വിഷയം ഇതാണ്: നമുക്ക് ഈ കാലഘട്ടത്തിൽ സുവിശേഷ പ്രഘോഷണം സാധ്യമാകുമോ? രക്ഷാകര ചരിത്രത്തിന് താഴിട്ട് പൂട്ടേണ്ടി വരുമോ? ദൈവത്തിൻ്റെ രക്ഷാകരമായ ചരിത്രം വെളിപ്പെടുത്തപ്പെട്ട ഈ സത്യം ഇത് ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ നിന്നു പോകുമോ? നമുക്കിനി സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുമോ? ഇനി ഈ സുവിശേഷ ശുശ്രൂഷകളൊക്കെ നടക്കൂ? ധ്യാനകേന്ദ്രങ്ങളൊക്കെ ചങ്ങലക്കിട്ട് പൂട്ടേണ്ടി വരും? മഹാമാരിയുടെയും പകർച്ചവ്യാധിയുടെയും ഈ കാലഘട്ടത്തിൽ സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് തടയിടപ്പെടുമോ? സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഈ കൊറോണ ഒരു ഭീഷണിയാകുമോ? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് ഈ വിഷയത്തെ ബൈബിൾ എന്ത് പറയുന്നു, വചനം എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഈ വിഷയം നമ്മൾ ഒന്ന് ഗൗരവത്തോടെ ഒന്ന് ചർച്ച ചെയ്യാം. ബൈബിളിൽ എന്താണ് പറയുന്നത്, പഠിക്കുന്നത് എന്താണ്? നമുക്ക് ബൈബിൾ പഠിക്കാൻ താല്പര്യമാണ്. അതിനാൽ ബൈബിളിൻ്റെ താളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യം എന്താണ്? ബൈബിൾ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് തുടരുക തന്നെ ചെയ്യും. പ്രത്യാശയുടെ ഒരു കാലഘട്ടം വരും. പ്രിയപ്പെട്ടവരെ, സുവിശേഷ സത്യത്തിന് വിരുദ്ധമായത് ഒന്നും ലോകത്തിൽ സംഭവിക്കാൻ ദൈവം അനുവദിക്കില്ല. ഏത് തടസ്സത്തെയും അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ഇത് ദൈവമക്കൾ വിശ്വസിക്കണം. അതുകൊണ്ട് ദൈവഹിതം നമ്മൾ അറിയണം, വചനം നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഈ കാഴ്ചപ്പാട് നമുക്ക് തരുന്ന ഏറ്റവും വളരെ മനോഹരമായിട്ട് ഇത് അവതരിപ്പിക്കുന്ന സുവിശേഷകൻ ലൂക്കാ സുവിശേഷകനാണ്. ലൂക്കാ സുവിശേഷകൻ നമുക്കറിയാം, അദ്ദേഹം ഒരു ചരിത്രകാരനാണ്, അദ്ദേഹം ഒരു ചിത്രകാരനാണ്. പരിശുദ്ധ അമ്മയുടെ ചിത്രം ആദ്യമേ വരച്ചിരിക്കുന്നത് ലൂക്കായാണെന്നാണ് ക്രൈസ്തവ ചരിത്രം. അദ്ദേഹം ഒരു ഗവേഷകനാണ്, അദ്ദേഹം ഒരു ബിഷോഗ്വരനാണ്, ഒരു ഡോക്ടറാണ്, അദ്ദേഹം പൗലോസിൻ്റെ സഹയാത്രികനാണ്. വിവിധ രംഗങ്ങളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ കയ്യൊപ്പുള്ള ഒരു സുവിശേഷകനാണ് ആര്? വിശുദ്ധ ലൂക്ക. അപ്പം അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലാണ് സുവിശേഷം എഴുതിയത്. നമ്മൾ പഠിക്കുകയാണ്. വചനം എന്തുമാത്രം പഠിക്കാമോ, ആഴത്തിൽ മനസ്സിലാക്കാമോ, അത് നമ്മുടെ ജീവിത സന്ദേശങ്ങളാണ്. അത് ഏത് കാലഘട്ടത്തിലും നമ്മളെ പിടിച്ചു നിർത്തും. അതുകൊണ്ട് ശ്രദ്ധയോടെ നമുക്ക് വചനം ശ്രവിക്കാം. അപ്പം അദ്ദേഹം പ്രത്യേക തരത്തിലാണ് സുവിശേഷം എഴുതിയത്. അദ്ദേഹം ക്രിസ്തു രഹസ്യങ്ങളെ ഒരു പ്രത്യേക വിധത്തിൽ അടുക്കി വെച്ച് നമുക്ക് തരികയാണ്. അദ്ദേഹം രക്ഷാകര ചരിത്രത്തെ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം 2 പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത്: ലൂക്കായുടെ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തനങ്ങളും. ഈ രണ്ട് പുസ്തകങ്ങളും അദ്ദേഹം ചേർത്ത് ഒറ്റ രഹസ്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ, വളരെ പ്രത്യേകമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവ്, ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പ് അവതരിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 19-20. യോഹന്നാൻ, സ്നാപക യോഹന്നാൻ, ഹേറോദോസ് രാജാവിനെ അവൻ്റെ സഹോദര ഭാര്യയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്ത മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെയും പേരിൽ കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു. സംഭവ ചരിത്രം നമുക്കറിയാം. ഹെറോദേസ് അന്തിപ്പാസ് എന്ന് പറയുന്ന ഈ രാജാവ് തൻ്റെ സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യയായ ഹെറോദിയായെ അന്യായമായി സ്വന്തമാക്കി. അങ്ങനെ അദ്ദേഹം ഈ അവിഹിത ബന്ധത്തിൽ തുടരുമ്പോൾ, നീ കാണിക്കുന്നത് ശരിയല്ല, ഇത് തെറ്റാണ് എന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി അവനെ കുറ്റപ്പെടുത്തിയതിൻ്റെ പേരിൽ യോഹന്നാനെ ഹെറോദേസ് എന്ത് ചെയ്തു? കാരാഗൃഹത്തിൽ പിടിച്ചു പൂട്ടി. ഇപ്പോൾ ലൂക്ക പറയുകയാണ്, യോഹന്നാനെ കാരാഗൃഹത്തിൽ ബന്ധിച്ചു. അടുത്ത വചനം എഴുതിയിരിക്കുകയാണ്: ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരവുമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, അടുത്ത വചനത്തിൽ ലൂക്ക എഴുതി വെക്കുകയാണ്, ജനം വന്ന് സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനം ഏറ്റു. എവിടെ? ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, യോർദാനിൽ.
പക്ഷെ ലൂക്ക അത് പറയുന്നില്ല. കാരണം യോർദാനിൽ സ്നാനം കൊടുത്തത് ആരാണ്? സ്നാപകൻ എവിടെയാണ് ഇപ്പോൾ? കാരാഗൃഹത്തിൽ. പക്ഷെ അടുത്ത വചനത്തിൽ പറയുകയാണ് ഈശോ സ്നാനം സ്വീകരിച്ചു. ജനം വന്ന് സ്നാനം സ്വീകരിക്കുമ്പോൾ ഈശോയും സ്നാനം സ്വീകരിച്ചു. ആരിൽ നിന്ന്? സ്നാപകനിൽ നിന്നോ? പ്രിയപ്പെട്ടവരെ, ലൂക്ക വളരെ പ്രത്യേകമായിട്ട് അത് എഴുതി വച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്നാനം സ്നാപകനിൽ നിന്നല്ല എന്നുള്ള വിധത്തിലാണ് ലൂക്ക എഴുതുന്നത്. പക്ഷെ ശ്രദ്ധിക്കണം, ചരിത്രപരമായി ചരിത്രത്തിൽ നമുക്കറിയാം ഈശോ സ്നാനം സ്വീകരിച്ചത് ആരിൽ നിന്നാണ്? സ്നാപകനിൽ നിന്നാണ്. ഇതിന് യാതൊരു സംശയവുമില്ല. ചരിത്രത്തിൽ അതാണ് സത്യം, അതല്ലാതെ മറ്റൊരു സത്യമില്ല. പക്ഷേ ലൂക്ക എഴുതി വച്ചിരിക്കുകയാണ് സ്നാപകന്റെ കാലം കാരാഗൃഹത്തിൽ അടഞ്ഞു, സ്നാപകന്റെ കാലം കഴിഞ്ഞു. ഇത് പുതിയൊരു യുഗമാണ്, ഇത് ഈശോയുടെ യുഗമാണ്. എന്തേ ലൂക്ക ഇങ്ങനെ എഴുതി വെക്കാൻ കാര്യം? ചരിത്രപരമായി സ്നാപകനാണ് ഈശോയ്ക്ക് സ്നാനം നൽകിയതെന്നറിയാമെങ്കിലും ലൂക്ക പറഞ്ഞു വെക്കുന്നത് ഇതാണ്: യോഹന്നാന്റെ ജീവിതത്തിൻ്റെ അവസാനം നടന്ന സംഭവം യോഹന്നാനെ കാരാഗൃഹത്തിലിട്ടതാണ്, ഈശോയെ സ്നാനപ്പെടുത്തിയതല്ല. അത് കഴിഞ്ഞിട്ട് യോഹന്നാനെ കുറിച്ച് ലൂക്ക ഒന്നും പറയുന്നില്ല. യോഹന്നാന്റെ ചരിത്രം, കഥ കാരാഗൃഹത്തോടു കൂടി തീരുകയാണ്. യോഹന്നാന്റെ ജീവിതം തീർന്നതിന് ശേഷം ലൂക്ക എഴുതുകയാണ് എന്ത്? ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചു, പുതിയ ഒരു യുഗം ആരംഭിച്ചു. അടുത്ത ചരിത്രം ഈശോയുടേതാണ്. ഇങ്ങനെ എഴുതാൻ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഞാൻ പറഞ്ഞു, ഈ ലൂക്ക പൗലോസ്ലീഹായുടെ സഹയാത്രികനായിരുന്നു. ഇപ്പോൾ പൗലോസ്ലീഹ ആദ്യമേ തൻ്റെ സഭകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഒരു പ്രസംഗമുണ്ട്, ഇനീഷ്യൽ സർമൺ എന്ന് പറഞ്ഞാൽ ഈശോയുടെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയ കാലഘട്ടത്തിൽ പൗലോസ്ലീഹ ഈ സഭകളോട്, കോറിന്തിലെ സഭയോടും ഗലാത്യയിലെ സഭയോടും എഫേസോസിലെ സഭയോടും അങ്ങനെ താൻ പോയ ത്രോവാസിലെയും അങ്ങനെ പോയ എല്ലാ ഏഷ്യ മൈനറിലെ എല്ലാ സ്ഥലങ്ങളിലും പൗലോസ്ലീഹ ആദ്യമേ പറഞ്ഞ ഒരു സുവിശേഷ സത്യമുണ്ട്. എന്താണെന്നറിയാമോ? അതിതാണ്: ദൈവം യഹൂദ ജനതയെ തിരഞ്ഞെടുത്തു, രക്ഷകനെ അവരുടെ ഇടയിലേക്ക് അയച്ചു, അവരാകട്ടെ രക്ഷകനെ അവഗണിച്ചു, കുരിശിൽ തറച്ചു കൊന്നു. അതിനാൽ വിജാതീയരെ ദൈവം തിരഞ്ഞെടുത്തു, നിങ്ങളുടെ ഇടയിലേക്ക് രക്ഷകനെ അയച്ചു. ഇതാണ് പ്രസംഗം. പ്രസംഗത്തിൻ്റെ രൂപം ഇതാ. അതായത് ദൈവം ഇസ്രായേൽ ജനത്തെ, ദൈവജനത്തെ തിരഞ്ഞെടുത്തു, അവരുടെ ഇടയിലേക്ക് രക്ഷകനെ അയച്ചു. പക്ഷേ അവർ രക്ഷകനെ സ്വീകരിച്ചില്ല, അവഗണിച്ചു. അതുമൂലം ദൈവം അവരെ അവഗണിച്ച് അവരെ തള്ളിക്കളഞ്ഞിട്ട് രക്ഷകനെ ആർക്ക് കൊടുത്തു? വിജാതിയർക്ക് കൊടുത്തു. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വ്യക്തമായി അത് പഠിപ്പിക്കുന്നുണ്ട്. ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്തു. അവരുടെ അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. ഇസ്രായേൽ ജനം അവരുടെ അവിശ്വാസ നിമിത്തം വിച്ഛേദിക്കപ്പെട്ടു. കാരണം എന്താണ്? അവർ രക്ഷകനെ സ്വീകരിച്ചില്ല. അപ്പോൾ ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം പൗലോസിൻ്റെ സഭയിൽ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, സാർ, പൗലോസ് സാർ എനിക്കൊരു സംശയമുണ്ട് സാർ. എന്താണ്? ഇപ്പോൾ ചോദിക്കട്ടെ? ചോദിച്ചോളൂ സാർ പറഞ്ഞല്ലോ രക്ഷകനെ ദൈവജനത്തിൻ്റെ ഇടയിലേക്ക് അയച്ചു, അവർ നിരസിച്ചു, ഉടനെ ദൈവം അവരെ അവഗണിച്ചു. ഇപ്പോൾ രക്ഷകനെ ഞങ്ങൾക്ക് തന്നു. സാർ, ഞാൻ ചോദിച്ചോട്ടെ, എന്താണ്? നാളെ ഞങ്ങളും ഈ രക്ഷകനെ അവഗണിച്ച ദൈവം ഞങ്ങളെയും തള്ളിക്കളയോ? ഞങ്ങളറിയാതെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഈ രക്ഷകനെ വേണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ പേര് ഞങ്ങളെയും ദൈവം തള്ളിക്കളയുമോ സാർ? പറയണം സാർ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹായുടെ സഹയാത്രികനായിരുന്ന ലൂക്ക ഈ ചോദ്യം ശ്രദ്ധിച്ചു.
ലൂക്ക ഈ ചോദ്യത്തിന് ഉത്തരമെഴുതിയതാണ് സുവിശേഷവും അപ്പോസ്തല പ്രവർത്തനങ്ങളും. ഹല്ലേലൂയ, സ്വരമെഴുതി ഹല്ലേലൂയ. ദൈവം ആരെയും തള്ളിക്കളയില്ല. All are invited to the salvation history. ദൈവം ഒരാളെയും തള്ളിക്കളയില്ല. ഇത് പറയാൻ ലൂക്ക എഴുതിയ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തനങ്ങളും പ്രിയപ്പെട്ടവരെ നമുക്കൊരു വലിയ പാഠം തരുകയാണ്. അതിൻ്റെ പേരാണ് രക്ഷാകര ചരിത്രം. ലോകത്തിലെ സർവ്വജനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു രക്ഷാകര ചരിത്രം. ഇത് ലോകത്തിലെ സർവ്വജനങ്ങളെയും സ്വാധീനിക്കുന്നത് കൊണ്ട് ഒരു പകർച്ചവ്യാധിക്കും ഈ സുവിശേഷ പ്രഘോഷണത്തെ തടയാനാവില്ല. ഹല്ലേലൂയ, സ്വരമെഴുതി ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ലൂക്ക എഴുതി ധൂർത്തപുത്രന്റെ ഉപമ, വഴിക്കണ്ണുമായി നഷ്ടപ്പെട്ടു പോയ മകനെ കാത്തിരിക്കുന്ന ഒരപ്പന്റെ സ്നേഹമുണ്ടെന്ന് ലോകത്തോട് ലൂക്ക പറഞ്ഞു. നഷ്ടപ്പെട്ടു പോയൊരു നാണയം രാത്രി മുഴുവൻ വിളക്ക് കത്തിച്ചടിച്ചു വാരി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരമ്മ മനസ്സ് ദൈവത്തിനുണ്ട് എന്ന് ലൂക്ക പറഞ്ഞു. രാത്രി മുഴുവനും ഒരിടയൻ ഒരു കുഞ്ഞാടിനെ തേടി മലയുടെ താഴ്വാരങ്ങളിലും മുകളിലും അലഞ്ഞു നടന്നിട്ടൊടുവിൽ നൃത്തം ചവിട്ടി ആ മല ചവിട്ടി ഇറങ്ങി വരുന്ന ഒരിടയൻ, അതിൻ്റെ തോളിൽ നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞാട്, രാത്രി മുഴുവൻ ആ ഇടയനെ വട്ടം കറക്കിയ കുഞ്ഞാടാണ് അവൻ്റെ തോളിലിരിക്കുന്നത്. രാത്രി മുഴുവൻ ഈ ഇടയനെ ഒരുമോളെ കണ്ണടയ്ക്കാൻ സമ്മതിക്കാത്ത ഒരു കുഞ്ഞാടാണ് അവൻ്റെ തോളിലിരിക്കുന്നത്. എന്നാലും നൃത്തം ചവിട്ടുന്ന ഒരു ഇടയനുണ്ടെന്ന് ലോകത്തോട് പറയുന്ന കഥയാണ് ലൂക്ക എഴുതി വെക്കുന്നത്. ഹല്ലേലൂയ, സ്വരമെഴുതി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം ലോകത്തെ മുഴുവനും രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു സ്നേഹമുണ്ട് എന്ന് ലോകത്തോട് പറയാൻ ലൂക്ക 2 പുസ്തകങ്ങൾ എഴുതി. അതാണ് പ്രിയപ്പെട്ടവരെ ലൂക്ക സുവിശേഷവും അപ്പോസ്തല പ്രവർത്തനം. അതായത് പൗലോസിന്റെ സഭയിൽ ഉയർന്ന ചോദ്യത്തിന്റെ മറുപടിയാണ്. ആളുകൾ ചോദിച്ചു, ഞങ്ങളും അവഗണിക്കപ്പെടുമോ? അതിന് മറുപടി ഇതാണ്: ദൈവം ആരെയും തള്ളിക്കളയില്ല. ദൈവം ആരെയും ഉപേക്ഷിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ ലൂക്കയുടെ സുവിശേഷം അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളോട് ചേർത്ത് വെച്ച് ലൂക്ക ചരിത്രത്തെ, സാൽവേഷൻ ഹിസ്റ്ററിയെ, രക്ഷാകര ചരിത്രത്തെ 3 തിരിച്ചു. അതായത് ഈ 2 പുസ്തകത്തെ 3 ലൂക്ക തിരിച്ചു. 1, പ്രവാചകന്മാരുടെ കാലം. 2, ഈശോയുടെ കാലം. 3, സഭയുടെ കാലം. അതായത് ഈ രക്ഷാകര ചരിത്രത്തെ ലോകത്തിൽ ലൂക്ക 3 തിരിച്ചിട്ട് പറയുകയാണ്, ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രവും ഈ രക്ഷാകര ചരിത്രത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. 1, പ്രവാചകന്മാരുടെ കാലം, പ്രവാചക കാലം, ദ ടൈം ഓഫ് ദ പ്രോഫറ്റ്സ്. പ്രിയപ്പെട്ടവരെ, ലൂക്കയുടെ സുവിശേഷം 1 അധ്യായം 1 മുതൽ 3 അധ്യായം 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഒത്തിരി പ്രവാചകരെയാണ്. അതിൽ സക്കറിയാവുണ്ട്, എലിസബത്തുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്, ജോസഫുണ്ട്, ദേവാലയത്തിലെ ശിമയോനുണ്ട്, ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിച്ചു പാടി ജീവിച്ച അന്നായുണ്ട്, സ്നാപക യോഹന്നാനുണ്ട്. ഇങ്ങനെ സ്നാപക യോഹന്നാൻ്റെ കാലം വരെയാണ് 1 കാലം. സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടന്നതുവരെ 3 അധ്യായം 20 വാക്യം വരെയാണ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് സാൽവേഷൻ ഹിസ്റ്ററി. രക്ഷാകര ചരിത്രത്തിന് ആദ്യത്തെ ഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് സ്നാനം കൊടുക്കുന്നതായിട്ട് ലൂക്ക പറയുന്നില്ല, മറിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുന്നത് വരെ പറയുന്നുള്ളൂ. അതോടുകൂടി പ്രവാചക സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഉണ്ട്. പ്രവാചകരുടെ സമയം. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ലൂക്ക 16:16 ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ എഴുതി വെച്ചു. ലൂക്ക എഴുതി വെച്ചു, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. പ്രവാചക കാലഘട്ടം എവിടം വരെയാണ്? യോഹന്നാൻ വരെ. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. വളരെ
ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ലൂക്ക ഈ സുവിശേഷത്തെ, ഈ പുസ്തകങ്ങളെ മൂന്നായിട്ട് തിരിക്കുകയാണ്. ഒന്ന്, പ്രവാചക ഘട്ടം. യോഹന്നാന്റെ കഥ കാരാഗ്രഹത്തിൽ അവസാനിക്കുന്നത് വരെ പറയുകയാണ്. പിന്നീട് യോഹന്നാനെ കുറിച്ച് പറയാതെ ലൂക്ക പറയാൻ ശ്രമിക്കുന്നത് ഈശോയുടെ ചരിത്രമാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെ ശ്രദ്ധിക്കണം, ഈ പ്രവാചക കാലഘട്ടം വരെ, അതായത് ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായം 20-ാം വാക്യം വരെയുള്ള ഈ ആദ്യത്തെ ഘട്ടം, ദ ടൈം ഓഫ് പ്രോഫറ്റ്സ്, ഈ സ്ഥലത്തേക്ക് ലൂക്ക പൊളിറ്റിക്കൽ ഹിസ്റ്ററി, രാഷ്ട്രീയ ചരിത്രവും മതങ്ങളുടെ ചരിത്രവും കൊണ്ടുവരുന്നുണ്ട്. ഞാനിത് പറയുന്നത്, ലൂക്ക ഒരു സത്യം പഠിപ്പിക്കുകയാണ്. എന്ത്? ദൈവമാരെയും അവഗണിക്കുന്നില്ല. ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ എല്ലാവരുമുണ്ട്. അതിനാൽ തന്നെ ഈ സുവിശേഷം ലോകത്തിൻ്റെ അവസാനം വരെ പ്രസംഗിക്കപ്പെടണം. ഒരു പകർച്ചവ്യാധിക്കും ഇതിനെ തടയാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ വിഷയം. ഇപ്പം ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ 3-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ ജൂലിയ? ലൂക്കയുടെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. തിബേരിയൂസ് സീസറിന്റെ 15-ാം ഭരണവർഷം. ശ്രദ്ധിക്കണം, ഇവിടെ ലൂക്ക 5 രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അന്നത്തെ കാലത്തെ പ്രോമിനൻ്റ് ആയിട്ടുള്ള 5 രാജാക്കന്മാര് ഈ സാൽവേഷൻ ഹിസ്റ്ററിയിൽ ഭാഗമാണ്. ലൂക്ക പഠിപ്പിക്കുന്നത് ഇതാണ്: പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഈസ് നോട്ട് എക്സ്ക്ലൂഡഡ് ഫ്രം ദ സാൽവേഷൻ ഹിസ്റ്ററി. നിന്റെ രാഷ്ട്രീയ ചരിത്രം, ഈ ലോകത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥിതികൾ, രാഷ്ട്രീയ ചരിത്രം ഈ സാൽവേഷൻ രക്ഷാകര ചരിത്രത്തിൻ്റെ പുറത്തല്ല. ഇറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ദ സാൽവേഷൻ ഹിസ്റ്ററി. അതിന് ഉൾച്ചേർന്നതാണ്. ഇത് പഠിപ്പിക്കാനാണ് ലൂക്ക വളരെ വ്യക്തമായി 5 രാജാക്കന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നത്. പറഞ്ഞേ, വായിച്ചേ. തിബേരിയൂസ് സീസറിന്റെ 15-ാം ഭരണവർഷം പൊന്തിയൂസ് പീലാത്തോസ് യൂദയായുടെ ദേശാധിപതിയും, അതായത് യൂദാദേശത്തിന്റെ ടെട്രാക്ക് എന്ന് പറഞ്ഞാൽ റൂളർ ഓഫ് 4 പ്രോവിൻസസ്, 4 പ്രോവിൻസുകളുടെ ഭരണാധികാരിയായിരുന്ന പൊന്തിയോസ് പീലാത്തോസ്, സീസർ എന്ന് പറയുന്ന റോമാ സാമ്രാജ്യത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായ തിബേരിയോസ് സീസർ, പൊന്തിയോസ് പീലാത്തോസ്. ഇനി അടുത്തത് ഹെറോദേസ് ഗലീലിയുടെയും, ഗലീലി പ്രദേശത്തിന്റെ ഭരണാധികാരിയായ ഹെറോദേസ്, അവന്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ. പീലിപ്പോസ് എന്ന് പറയുന്ന ആള് ഏതൊക്കെ സ്ഥലങ്ങളുടെ? ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളുടെ, ഇത്തൂറിയ, ത്രാക്കോണിത്തിസ് എന്നീ പ്രദേശങ്ങളുടെ റൂളർ ആര്? പീലിപ്പോസ്. ഇനിയും 5, ലിസാനിയോസ് അബിലേനയുടെയും. അബിലേന എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ റൂളറാണ് ലിസാനിയോസ്. ഇപ്പം നോക്കിയാൽ 5 രാജാക്കന്മാർ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ബൈബിളിൽ ആകെപ്പാടെ കുറച്ചേ എഴുതുന്നുള്ളൂ, സുവിശേഷം കുറച്ച്. ഇതിനകത്ത് ഈ രാജാക്കന്മാരുടെയൊക്കെ ചരിത്രം, ഈ 5 പേരുടെ പേരൊക്കെ എന്തേ ലൂക്ക എഴുതി വെക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ പ്രിയപ്പെട്ടവരെ, ദ സാൽവേഷൻ ഹിസ്റ്ററി, ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ ഒന്നും പുറത്തല്ല, എല്ലാം അകത്താണ്. സഭയ്ക്ക് പുറത്ത്, ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ പുറത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ, നരകമാണത്, പിശാചാണ്. ബാക്കി എല്ലാം ഈ ചരിത്രത്തിനുള്ളിലാണ്. മനസ്സിടിഞ്ഞു പോകരുത്, ആരും രക്ഷപ്പെടില്ലല്ലോ, അവരൊക്കെ ഈ സത്യം അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് കരുതി പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിളകി പോകേണ്ട ആവശ്യമില്ല. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്ക്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഈ രക്ഷാകര പദ്ധതിയിൽ ഇവരെല്ലാവരുമുണ്ട്. അതിനുശേഷം പറയുകയാണ് 2 മതങ്ങളെ, മതത്തിൻ്റെ സ്വാധീനങ്ങളെ കുറിച്ച് ഈ രക്ഷാകര ചരിത്രത്തിൽ 2 മതങ്ങളെ, മത നേതാക്കന്മാരുടെ പേര് ലൂക്ക പറയുന്നുണ്ട്. ആരൊക്കെയാണത്? അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരുമായിരിക്കെ. അതായത് ആ കാലഘട്ടത്തിലെ 2 പ്രധാന പുരോഹിതന്മാർ. സാധാരണഗതിയിൽ യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 4 വർഷത്തേക്കൊരു പ്രധാന പുരോഹിതൻ ഉണ്ടാകും. ആ പ്രധാന പുരോഹിതന് 4 വർഷത്തേക്കുള്ള ചാർജാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അന്നാസിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അന്നാസ് എന്ന് പറയുന്നത് ഇതിനു മുമ്പിരുന്ന ഒരു പ്രധാന പുരോഹിതനാണ്. ഇപ്പോൾ ഈ പ്രധാന പുരോഹിതൻ അന്നാസ്, അദ്ദേഹത്തിന് വളരെ സ്വാധീനമുണ്ടായിരുന്നു ഈ കയ്യാഫാസിൻ്റെ സെൻഹദ്രീൻ സംഘത്തോട്.
അപ്പോൾ ആ കാലഘട്ടത്തിൽ അപ്പോൾ അന്നാസിനെയും കയ്യാഫാസിൻ്റെയും പേര് എന്ന് പറഞ്ഞാൽ ഇത്രയുമേ ഉള്ളൂ. ആ കാലഘട്ടത്തിലെ മതവും ഈ രക്ഷാകര ചരിത്രത്തോട് ചേർന്നാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, സ്വരമെഴുതി ഹല്ലേലൂയ. അതായത് രാഷ്ട്രീയവും മതവും എല്ലാം ദേ ആർ ഓൾ ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ദ സാൽവേഷൻ ഹിസ്റ്ററി. ഈ രക്ഷാകര ചരിത്രത്തോട് ഉൾച്ചേർന്ന് കഴിയുന്നതാണ്. ഇതൊന്നും പുറത്തല്ല, ഇതെല്ലാം ഇതിൻ്റെ അകത്താണ്. രക്ഷ അവർക്കും ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് രക്ഷകൻ വന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞതിന് ശേഷം ലൂക്ക രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഈശോയുടെ കാലഘട്ടമാണ്, ദ ടൈം ഓഫ് ജീസസ്. ഈ സമയം ലൂക്ക പറയുന്നത് ഇതാണ്: ഈശോ ഈ രക്ഷയുടെ സുവിശേഷത്തെ ഗലീലിയിൽ നിന്ന് ജെറുസലേം വരെ എത്തിച്ചു. നോക്കുക, ആദ്യത്തേത് ആദാമിൽ നിന്ന് തുടങ്ങി അത് സ്നാപക യോഹന്നാൻ വരെ ഈ രക്ഷാകര, ദ ടൈം ഓഫ് പ്രോമിസ്, വാഗ്ദാനത്തിൻ്റെ ഈ കാലഘട്ടം. ലൂക്ക പറയുകയാണ്, ലൂക്കയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ വംശാവലിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പറഞ്ഞ് സേത്ത് ആദം ദൈവത്തിൻ്റെതാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് തുടങ്ങി ഈ വംശാവലി തുടങ്ങി സ്നാപകൻ വരെ നിന്നിട്ട് വീണ്ടും രണ്ടാമത്തെ ഘട്ടത്തിൽ ലൂക്ക പറയുകയാണ്, ഈ സ്നാപകന്റെ ഗലീലിയിൽ നിന്ന് ഈശോ ഈ പ്രോമിസ്, വാഗ്ദാനം എവിടേക്ക് എടുക്കുന്നു? ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നു. വളരെ വ്യക്തമായിട്ട് അത് പറയുന്ന പാഠഭാഗമാണ് ലൂക്കയുടെ സുവിശേഷം 13-ാം അധ്യായം 32-ാം തിരുവചനം. ഫരീസയർ വന്നിട്ട് ഈശോയോട് പറഞ്ഞു, ഹേറോദേസ് നിന്നെ അന്വേഷിക്കുന്നു, നീ രക്ഷപ്പെട്ടോ, ഇവിടുന്ന് ഓടിക്കോളാൻ പറഞ്ഞു. ഉടനെ ഈശോ പറയുകയാണ്, ആ കുറുക്കനോട് പോയി പറ, ഇന്നും നാളെ കഴിഞ്ഞും ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും. ലൂക്ക എന്തേ അങ്ങനെ എഴുതാൻ കാര്യം? വേറെ ഒരു സുവിശേഷത്തിലും ഇങ്ങനെ എഴുതുന്നില്ല. ലൂക്ക പറയാണ്, ഈശോ പറഞ്ഞു ഇന്നും നാളെയും മറ്റന്നാളും. എന്താണ് ഈ മിനിസ്ട്രി? ഈശോയുടെ ശുശ്രൂഷ, ഇന്നത്തെ ശുശ്രൂഷ ഈശോ പഠിപ്പിക്കുന്നത് ഇതാണ്. ഗലീലിയിലെ മിനിസ്ട്രിയാണ്, ഗലീലിയിലെ ശുശ്രൂഷ. നാളത്തെ ശുശ്രൂഷ ജെറുസലേമിൽ അവന് പൂർത്തിയാകേണ്ടിയിരിക്കുന്ന കാസായുടെ ശുശ്രൂഷയാണ്. കാൽവറി നെറുകയിൽ കൊത്തിനുറുക്കപ്പെടുന്ന ബലിയർപ്പണത്തിൻ്റെ ശുശ്രൂഷയാണ്. അതിനുശേഷം മറ്റന്നാളത്തെ ശുശ്രൂഷ സഭയുടെ ശുശ്രൂഷ, ഉത്ഥാനത്തിന് ശേഷമുള്ള ശുശ്രൂഷ. പ്രിയപ്പെട്ടവരിൽ ലൂക്ക പറയുകയാണ്, ഈശോ ഈ രക്ഷാകര ചരിത്രത്തെ, വാഗ്ദാനത്തെ ഗലീലിയിൽ നിന്ന് എവിടം വരെ എത്തിച്ചു? ജെറുസലേം വരെ എത്തിച്ചു. അതിനുശേഷം വീണ്ടും മൂന്നാമത്തെ ഘട്ടം, ദ ടൈം ഓഫ് ദ ചർച്ച്, സഭയുടെ ഘട്ടം. സഭയുടെ ഘട്ടത്തിൽ ജെറുസലേമിൽ നിന്ന് ഇത് വളർന്ന് ലോകത്തിൻ്റെ അതിർത്തികളോളം എത്തി. ശ്രദ്ധിക്കണം, അന്നത്തെ കാലത്ത് അമേരിക്ക ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അന്നത്തെ കാലത്ത് ജെറുസലേമായിരുന്നു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ സെൻറ്റർ. അവർ ലോകത്തെ 3ആയിട്ട് തിരിച്ചു. നോഹയുടെ 3 മക്കളെ വെച്ചുകൊണ്ടാണ്. ഒന്ന് ഷേം, സെമറ്റിക് വംശജർ, ഏഷ്യയിലുള്ളവർ. 2 ഹാം, അവരാണ് ആഫ്രിക്കൻ വംശജർ. യാഫെത്ത്, അവരാണ് യൂറോപ്യൻസ്. ഭൂമിക്ക് കാണാവുന്ന 3 സ്ഥലങ്ങളെ 3ആയിട്ട് അവർ തിരിച്ചു. 1 ഏഷ്യ, 2 ആഫ്രിക്ക, 3 യൂറോപ്പ്. ജെറുസലേമാണ് ഇതിൻ്റെ സെൻറ്റർ, നടുക്ക്. എന്നിട്ട് അവർ പറഞ്ഞു, ഈ ജെറുസലേമിൽ നിന്ന് 3 ഘട്ടങ്ങളായി ഇത് ലോകത്തിൻ്റെ അതിർത്തികളോളം റോമിലേക്കെത്തി. റോം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ലോകത്തിൻ്റെ അതിരുകളാണ്. റോമാ സാമ്രാജ്യം, അന്തമില്ലാത്ത അസ്തമിക്കാത്ത റോമാ സാമ്രാജ്യത്തിൻ്റെ കോളനികളാണ്, അടിമ കോളനികളാണ് ലോകം മുഴുവനും. അപ്പോൾ റോമിൽ ഒരു കാര്യം എത്തിയാൽ ലോകത്തിൻ്റെ അതിർത്തികളോളം എത്തി. സുവിശേഷം പൗലോസ്ലീഹ റോമിലെത്തിച്ചു. ഇതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങളെ വീണ്ടും ലൂക്ക 3ആയിട്ട് തിരിച്ചു. 1 അപ്പോസ്തലന്മാരുടെ കാലഘട്ടം, 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. അതിൻ്റെ ലീഡർ പത്രോസ്ലീഹായാണ്. നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചാൽ മതി, 12-ാം അധ്യായം വരെ പത്രോസ്ലീഹായാണ് ഈ സുവിശേഷ ശുശ്രൂഷയുടെ നേതാവ്. 13 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ആ സുവിശേഷ ശുശ്രൂഷ സബ് അപ്പസ്തോലിക് ടൈം എന്ന് പറയും, അഥവാ
ഉപ അപ്പോസ്തലന്മാരുടെ സമയം അതിൻ്റെ തലവൻ പൗലോസ്ലീഹായാണ്. ഒടുവിൽ 21 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് പൗലോസ്ലീഹായുടെ അപ്പോസ്തലന്മാർക്ക് ശേഷമുള്ള കാലഘട്ടമാണ്. പൗലോസ്ലീഹായുടെ കാരാഗ്രഹവാസമാണ്, റോമിലേക്കുള്ള യാത്രയാണ്. എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം റോം വരെ എത്തി. ലൂക്ക ഈ രക്ഷാകര ചരിത്രം അവതരിപ്പിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ഘടന എപ്പോഴൊക്കെ പ്രവാചക കാലഘട്ടത്തിൽ എന്തൊക്കെ പറഞ്ഞോ അതുതന്നെയാണ് ലൂക്ക ഈശോയുടെ കാലഘട്ടത്തിലും പറയുന്നത്. അതേ ഘടന, സ്ട്രക്ചറാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിലും പറയുന്നത്. ഒരു ഉദാഹരണം മാത്രം പറയാം. എന്തുകൊണ്ടാണ് ലൂക്ക അങ്ങനെ പറയാൻ കാര്യം ഇതാണ്. രക്ഷാകര ചരിത്രം, സാൽവേഷൻ ഹിസ്റ്ററി എല്ലാ കാലഘട്ടത്തെയും ഉൾക്കൊള്ളുന്നു. എല്ലാ കാലഘട്ടത്തിൻ്റെ വിശദാംശങ്ങളെയും അംശങ്ങളെയും അത് ഉൾക്കൊള്ളുന്നു. ഇത് പറയാനാണ് ഒരേ ഘടനയിൽ ലൂക്ക ഈ സുവിശേഷങ്ങളെ അല്ലെങ്കിൽ ഈ അപ്പോസ്തല പ്രവർത്തനങ്ങളെയും ലൂക്കായുടെ സുവിശേഷത്തെയും എഴുതി വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ഉദാഹരണം പറയാം. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവാചക കാലഘട്ടം തീരുകയാണ്. ദ ടൈം ഓഫ് പ്രോഫറ്റ്സ്. കാരാഗ്രഹത്തിൽ ഈശോ അതേപോലെ കാൽവറിയുടെ കുരിശുമരണത്തിന് ശേഷം അവനും ഗുഹയിൽ അടയ്ക്കപ്പെട്ടു. വീണ്ടും പത്രോസ് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കാരാഗ്രഹവാസം. പത്രോസും കാരാഗ്രഹത്തിലാണ്. ശ്രദ്ധിക്കണം, ലൂക്ക ഈ സുവിശേഷം എഴുതുമ്പോൾ പത്രോസ് രക്തസാക്ഷിയായി. അതിനുശേഷമാണ് ഈ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തനങ്ങളും എഴുതുന്നത്. എന്നിട്ടും ലൂക്ക പത്രോസിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ എഴുതുന്നില്ല, മറിച്ച് കാരാഗ്രഹം വരെ എഴുതുന്നുള്ളൂ. വീണ്ടും പൗലോസ്ലീഹായെയും ഒടുവിൽ നമ്മൾ കാണുന്നത് റോമിലെ കാരാഗ്രഹത്തിലാണ്. എന്തേ ലൂക്ക ഇങ്ങനെ എഴുതി വെക്കുന്നത്? ഈ കാരാഗ്രഹം ഒരു തടസ്സമല്ല, ഇത് പറയാനാണ്. സ്നാപകന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും സ്നാപകൻ കാരാഗ്രഹത്തിൽ തന്നെയാ. പക്ഷെ അവൻ കാരാഗ്രഹത്തിൽ നിന്ന് കേൾക്കുന്നു, ഈശോ എന്ന വലിയ രക്ഷകൻ വന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഗുഹ അതൊരു അന്ത്യമല്ല, മറിച്ച് ലൂക്ക എഴുതുന്നത് അവൻ ഉയർത്തു, അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. പ്രത്യാശയുടെ ഉത്ഥാനത്തിന്റെ വേദരഹസ്യങ്ങളെ വെളിപ്പെടുത്തിയിട്ടാണ് ലൂക്ക ഈശോയുടെ ഘട്ടം അവസാനിപ്പിക്കുന്നത്. വീണ്ടും സഭയുടെ ഘട്ടം. പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് അത്ഭുതകരമായി ദൈവദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ പൊളിച്ച് പത്രോസിനെ സഭയിലേക്ക് എത്തിക്കുന്നു. പ്രത്യാശയുടെ സുവിശേഷത്തെക്കുറിച്ചാണ് ലൂക്ക പഠിപ്പിക്കുന്നത്. വീണ്ടും ഒടുവിൽ പൗലോസ്ലീഹ റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതി വെക്കുകയാണ് ലൂക്ക, അവൻ അവിടെ ധൈര്യപൂർവം കാരാഗ്രഹത്തിൽ കിടന്നും സുവിശേഷം പ്രസംഗിച്ചു. ഹല്ലേലൂയ. കാരാഗ്രഹം ഒരു അന്ത്യമല്ല, കാരാഗ്രഹം ഒരു തടസ്സമല്ല, പ്രതിബന്ധങ്ങൾ ഒരു തടസ്സമല്ല. ഈ ലോകത്തിൻ്റെ പകർച്ചവ്യാധികളും ഈ ലോകത്തിൻ്റെ മഹാമാരികളും പ്രിയപ്പെട്ടവരെ ഈ രക്ഷാകര ചരിത്രത്തിന് തടസ്സമല്ല. ലൂക്ക എന്നെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഈ സുവിശേഷത്തിൻ്റെ ഭാഗമാകാൻ, ഇത് പ്രസംഗിക്കാൻ, ഇത് ജീവിക്കാൻ, സാക്ഷ്യമാകാനാണ് ലൂക്ക എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നത്.